Hello children, let us continue with our topic agriculture. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? Cropping patterns പഠിച്ചു, and then major crops also we discussed. And we can come to the conclusion that India as a whole is too much dependent on agriculture. അല്ലേ? അപ്പം now today's trend also, if you see, what do we find? Many people are involved in agriculture, but then അത്ര നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല അല്ലെ. നമ്മളെ കൺട്രി ആസ് എ ഹോൾ it has to develop, then our agriculture has to develop. Okay, അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് കിട്ടേണ്ട ശേഷം India, when it became India on its own, then the major aim was to reform agriculture, because India വന്ന് completely dependent on agriculture ആണ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഏറ്റവും പവർഫുൾ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 5-year പ്ലാൻസിലൊക്കെ ലാൻഡ് റിഫോം ആയിരുന്നു ഏറ്റവും എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്. അതായിരുന്നു ലാൻഡ് റിഫോംസ്. അപ്പോൾ ഈ ലാൻഡ് റിഫോംസ് വരുത്തുന്ന ഉദ്ദേശം അഗ്രികൾച്ചറൽ സെക്ടറിനെ പവർഫുൾ ആക്കാൻ തന്നെ ആയിരുന്നു. അപ്പം കുറേ സ്റ്റെപ്സ് were taken in order to bring about reforms in agriculture. So your next topic is to study about these agricultural reforms. These could be technological reforms or institutional reforms. Altogether, we'll study them as agricultural reforms. So first point that we study is a land reform. Here what happened? Collectivization and consolidation of land holdings to make them economically viable. ഇപ്പോൾ ഇത് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? കളക്ടിവൈസേഷൻ ആൻഡ് കോൺസോളിഡേഷൻ. ഇപ്പോൾ നമ്മൾ ഫാർമേഴ്സിൻ്റെ ഫാർമിംഗ് ഒക്കെ നോക്കുമ്പം എന്താ സംഭവിക്കുന്നത്? ഒരു ഫാർമറിൻ്റെ അടുത്ത് തോന ലാൻഡ് ഉണ്ട്, പിന്നെ അടുത്ത ജനറേഷൻക്ക് അതിൻ്റെ കഷ്ണം കിട്ടും, പിന്നെ എന്താ അടുത്ത ജനറേഷൻ ഇനിയും ചെറിയ കഷ്ണം, അതിൽ ഒരാൾ വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വിൽക്കും ആ ലാൻഡ്. ആ വാങ്ങിയ ആൾ ഫാർമിങ് ചെയ്യുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ലാൻഡിൻ്റെ ലുക്ക് എങ്ങനെ ആയിപ്പോവും? ചില സ്ഥലത്ത് പ്ലോട്ടായിട്ടുണ്ട്, ഫാമിംഗ് നടക്കുന്നുണ്ട്, ചെറിയ കഷ്ണമാണ്, പിന്നെ കുറേ കഷ്ണം ബാരൻ ആയിട്ടുണ്ട്, ലാൻഡ് പ്രൊഡക്റ്റീവ് ആണ് പക്ഷെ അവിടെ ഫാമിംഗ് നടക്കുന്നില്ല, പിന്നെ കുറേ കഷ്ണം വിട്ടിട്ട് കുറേ ദൂരം ഇനിയൊരു കഷ്ണമുണ്ട്. അപ്പോൾ ഈ ഓണർഷിപ്പിലുള്ള ആൾക്ക് ഈ ദൂരെയുള്ള കഷ്ണങ്ങൾ ലാൻഡിൻ്റെ ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ഫാമിംഗ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് എന്താണ്? ഒരു ലാൻഡ് കൺസോളിഡേഷൻ നടക്കണം. അതെന്താണ്? ഒരു കണ്ടിന്യൂസ് പാച്ച് ഓഫ് ലാൻഡ് ഒരാളുടെ ഓണർഷിപ്പിൽ വരണം അല്ലേ. എന്നിട്ട് അയാൾ ഷുഡ് ബി ഡൂയിങ് ഫാമിംഗ് അലോൺ ഓർ ഇൻ കോപ്പറേഷൻ, അങ്ങനെ എങ്ങനെയെങ്കിലും കോപ്പറേറ്റ് ആയിട്ട് 2-3 ആൾക്കാർ കൂടിയിട്ട് ലാൻഡിനെ ജോയിൻ ചെയ്തിട്ട് ഫാമിംഗ് ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാൻഡ് കൺസോളിഡേഷൻ. അപ്പോൾ ഒരു റിഫോംസ് നടന്നതിൽ കുറേ നല്ല എഫക്റ്റീവായിട്ട് കേരള, വെസ്റ്റ് ബംഗാളിലൊക്കെ ലാൻഡ് കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് മുന്നോടി ഇറങ്ങി വരണം. ആൻഡ് ദേ ഷുഡ് ബ്രിങ് അബൌട്ട് ദിസ് ലാൻഡ് കൺസോളിഡേഷൻ. അപ്പോൾ എന്താ? ഒരു കണ്ടിന്യൂസ് പാച്ച് ഓഫ് ലാൻഡ് വിൽ ബി അണ്ടർ പ്രൊഡക്ഷൻ. അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അവിടത്തേക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അവിടെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റോഡ്സ് ഉണ്ടാക്കുക വഴിക്കൂടി, അതൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നടുക്ക് വേറെ അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ഇല്ലാത്ത ലാൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു തടസ്സമാവും. പിന്നെ വലിയ മെഷീനറീനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊരു തടസ്സമാവും. പിന്നെ ഇറിഗേഷൻ, ഡ്രെയിനേജിനൊക്കെ തടസ്സമായിരിക്കും. അപ്പോൾ ഈ ലാൻഡ് കൺസോളിഡേഷൻ വന്നൊരു വലിയ വേ ഔട്ടാണ്. കുറേ ഏരിയ ഓഫ് ലാൻഡ് കുഡ് ബി ബ്രോട്ട് അബൌട്ട് ഇൻ ടു പ്രൊഡക്റ്റീവ് കൾട്ടിവേഷൻ. അതിൽ കളക്ടിവൈസേഷനും അതിൻ്റെ അർത്ഥം എന്താണ്? ഓണർഷിപ്പ്. കുറേ ആൾക്കാർ കൂടിയിട്ട് ദേ കളക്ട് ടുഗെദർ ആൻഡ് ദേ ടുഗെദർ ഡു ഫാമിങ് അല്ലേ. വേറെ ഓണർഷിപ്പിലാണ് ലാൻഡ്. അപ്പോൾ ചെറിയ പാച്ചിൽ ഗ്രോ ചെയ്യുമ്പോൾ അത്ര പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ വെൻ യു മേക്ക് കളക്റ്റീവ്ലി യു ഡു, ആൻഡ് ദെൻ ദാറ്റ് ഓൾസോ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഗവൺമെൻറ്, then what will happen? More productivity will increase. അപ്പോൾ കളക്ടിവൈസേഷൻ ആൻഡ് കോൺസോളിഡേഷൻ പീപ്പിൾ, ഇതിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ദെൻ വെൻ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് എ സ്റ്റെപ്പ് അഹെഡ്, ദെൻ എവറിബഡി വിൽ ഹാവ് ടു കോംപ്രമൈസ് വിത്ത് ഇറ്റ് ദെൻ. അപ്പോൾ താല്പര്യം ഇല്ലെങ്കിലും ഫോർ എ കളക്റ്റീവ് ഗുഡ് യു ഹാവ് ടു ഡൂ ഇറ്റ്. അങ്ങനെ അപ്പോൾ ഈ കളക്ടിവൈസേഷനിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് ഒരു ലാൻഡിനെ ഒരു അഗ്രികൾച്ചറിലേക്ക് പ്ലോട്ടാക്കി മാറ്റുക. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ലാൻഡ് റിഫോംസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് മേക്സ് ഇറ്റ് എക്കണോമിക്കലി വയബിൾ. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ലാൻഡ് റിഫോം. Then the green revolution based on the use of package technology and the white revolution to increase milk production. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിനെ മെച്ചമാക്കണം, നല്ലതാക്കണം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ വരുന്നത് ഗ്രീൻ റെവല്യൂഷൻ അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ ശരിക്കും എന്താണ്? അതൊരു പാക്കേജ് ടെക്നോളജിയാണ്. ഇത് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ ഇതെന്തിനാ ഇതിനെ പാക്കേജ് ടെക്നോളജി പറയുന്നത്? ഇതൊക്കെ ഒപ്പരം വരുന്ന ഒരു പാക്കേജാണ്. അതിൽ തന്നെ സീഡ്സ് അവൈലബിൾ ആവും, ഇറിഗേഷൻ സിസ്റ്റം, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അതൊക്കെ ഒപ്പരം ഒരു പർട്ടിക്കുലർ സീഡിന് ഏത് ഫെർട്ടിലൈസർ വേണം, ഏത് പെസ്റ്റിസൈഡ് വേണം, എങ്ങനത്തെ ഇറിഗേഷൻ സിസ്റ്റം വേണം, അതൊക്കെ ഒരു പാക്കേജായിട്ട് വരികയാണ്. അപ്പോൾ ഇൻ ദാറ്റ് ടുഗെദർ വെൻ യു ക്രോപ്പ് യു വിൽ ഹാവ് ബെറ്റർ റിട്ടേൺസ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് പാക്കേജ് ടെക്നോളജി. അപ്പോൾ അത് ഗ്രീൻ റെവല്യൂഷന് പറ്റിയിട്ട് പറയുന്നതാണ്. ആൻഡ് ദെൻ വൈറ്റ് റെവല്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് എ റെവല്യൂഷൻ ഇൻ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ഇതിന് ഓപ്പറേഷൻ ഫ്ലഡ് എന്നും പറയാം. സോ കീപ് ദിസ് പോയിന്റ്സ് ഇൻ യുവർ മൈൻഡ് ഫോർ MCQs. അപ്പോൾ ദിസ് ആൻഡ് ഓൾ ഹാസ് ലെഡ് ടു റിഫോംസ്. അപ്പോൾ ഇതിനെ നമുക്ക് ടെക്നോളജിക്കൽ റിഫോം എന്ന് പറയാം. ദെൻ യു ഹാവ് കോപ്പറേഷൻ വിത്ത് ഫാമേഴ്സ് ആൻഡ് അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് ഭയങ്കര ജമീന്ദാരി സിസ്റ്റം ഒക്കെ ഉണ്ടായ സമയത്ത് എന്താണ്, ഒരു ഓണർ ആയിരിക്കും, അവരുടെ അണ്ടർ കുറേ ലാൻഡ് ഉണ്ടാവും. എന്നിട്ട് ലാൻഡ്ലെസ് ഫാമേഴ്സ് അവിടെ ഫാമിങ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഷെയർ റവന്യൂ ആയിട്ട് ജമീന്ദാർസിന് കൊടുക്കണം. ഇതൊക്കെ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇന്ത്യ ആസ് എ കൺട്രി ആയപ്പം ഫസ്റ്റ് ജമീന്ദാരി സിസ്റ്റമിനെ അബോളിഷ് ചെയ്യാൻ നോക്കി. സോ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് റിഫോം. ഓക്കെ, അങ്ങനെ ചെയ്തപ്പം ഫാമേഴ്സ് വുഡ് ഗെറ്റ് മോർ റിട്ടേൺ ഫോർ ദ വർക്ക് ദാറ്റ് ആർ ഡൂയിങ്. ഓക്കെ, അപ്പോൾ അതിനെ കൊണ്ടുവരുത്തിയ ഒരു റിഫോമാണത്. ദാറ്റ് ഈസ് അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. Then you have provision of crop insurance to protect the farmers against losses caused by natural calamities, that is drought, flood, cyclone, fire and disease. ഇപ്പോൾ നമ്മളെങ്ങനെ ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇൻഷുർ ചെയ്യുന്നത്, ആ ഇൻഷുർ ചെയ്യുന്നത് കമ്പൽസറി അല്ലേ? ആ ഇൻഷുർ ചെയ്താൽ എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം ആൻഡ് യു വിൽ ഗെറ്റ് ദ മണി ഫോർ ദ റിപ്പയർ അല്ലേ? അങ്ങനെ അപ്പോൾ ഇങ്ങനെ തന്നെ അഗ്രികൾച്ചറിന് ഇൻഷുറൻസ് ചെയ്യാനുള്ള സിസ്റ്റം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാർമർ ഇൻഷുർ ചെയ്യാൻ വിചാരിച്ചോളൂ, ഇൻഷുറൻസ് ചെയ്തിട്ട് എന്താ ലാഭം? ആ വർഷം മഴ തീരെ പെയ്തില്ല, ഡ്രോട്ട് ആയിപ്പോയി, അപ്പോൾ ആ ഫുൾ ക്രോപ്പ് നഷ്ടത്തിലായി. ദെൻ യു ക്യാൻ ഗോ ആൻഡ് ക്ലെയിം ദാറ്റ് ഇൻഷുറൻസ്. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എന്താവും, ഫാർമേഴ്സ് റെഡിലി വിൽ ബി ഡൂയിങ് അഗ്രികൾച്ചർ അല്ലേ? അല്ലെങ്കിൽ എന്താവും, എന്തെങ്കിലും ഡ്രോട്ടിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലഡിനെ പേടിച്ചിട്ടോ ആരും ഫാർമിങ്ങിലേക്ക് ഇറങ്ങി വരില്ല. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്, ഇൻഷുറൻസ് സ്കീമൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു കുറച്ചും കൂടി ധൈര്യമാണ് ഫാർമേഴ്സിന്. അപ്പോൾ ദാറ്റ് ഈസ് എ റിഫോം ദാറ്റ് വി സി. ദെൻ യു ഹാവ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാമീൺ ബാങ്ക്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ബാങ്ക്സ്. ഇങ്ങനത്തെ ബാങ്ക്സ് കുറേ സെറ്റപ്പ് ചെയ്ത് സോ ദാറ്റ് ഇതേ ഫാർമേഴ്സിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ മാതിരി അവർക്ക് അപ്രോച്ചബിൾ ആണ്, അത്ര ഇൻട്രസ്റ്റ് റേറ്റ് കൂടാതെ ലോൺസ് ഒക്കെ കിട്ടും. അതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്ന പോയിന്റ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് മീൻസ് ഫാർമേഴ്സിന് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളൊരു കർഷകനാണെന്നൊരു പ്രൂഫൊക്കെ വെച്ച് നമ്മുടെ എത്ര ലാൻഡ് ഉണ്ട്, നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ വേറെ ഇൻകം ഒന്നും ഇല്ല, നമ്മൾ ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാണിച്ചാൽ നമുക്ക് ഗവൺമെൻറ് ഒരു കാർഡ് തരും. ആ കാർഡിൻ്റെ പേരാണ് KCC. ഓക്കെ, കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ബാങ്ക്സിലൊക്കെ കാണിച്ചാൽ നമുക്ക് ലോൺ എളുപ്പത്തിൽ കിട്ടും. എന്നിട്ട് കുറച്ച് പലിശ കൊടുത്താൽ മതി, അങ്ങനത്തെ ലോണൊക്കെ കിട്ടും. പിന്നെ യു ഹാവ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം. അപ്പോൾ അതിലെന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ ഗവൺമെൻറ് ഇൻഷുറൻസ് സ്കീം തരുന്നുണ്ട്. ദെൻ യു ഹാവ് യുവർ സ്പെഷ്യൽ വെതർ ബുള്ളറ്റിൻസ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ് ഫോർ ഫാമേഴ്സ് ഓൺ റേഡിയോ ആൻഡ് TV. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. ഫാർമേഴ്സിന് ആവശ്യമുള്ള വെതർ ബുള്ളറ്റിൻസും ആ ഫാർമേഴ്സിന് അത്യാവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ആർ റിഫോംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ടു റീബിൽഡിംഗ് അവർ അഗ്രികൾച്ചറൽ സെക്ടർ. ദെൻ അനൗൺസ്മെൻറ്റ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ്, remunerative and procurement prices for crops to check the exploitation of farmers. ഇപ്പോൾ ഇതിലെന്താണ് സംഭവം, മിനിമം സപ്പോർട്ട് പ്രൈസ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഫാർമർ വന്ന് ഇതിൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ട്. അതായത് എന്താണ്, ദാറ്റ് ഈസ് യുവർ ഡബിൾ ഡിസഡ്വാൻറ്റേജ് ഫോർ കോൺസെപ്റ്റ്. ഇപ്പോൾ ഫാർമേഴ്സിന് ശരിക്കും അതൊരു ഫേസിങ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് നല്ല വെതർ കണ്ടീഷൻസ് കിട്ടി, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായി, നല്ല പ്രൊഡ്യൂസൊക്കെ ആയി, നല്ല തോന ഹാർവെസ്റ്റ് ഉണ്ടായാൽ അപ്പോൾ അവർക്ക് നേരിടേണ്ട പ്രശ്നം എന്താണ്, തോന ഹാർവെസ്റ്റ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്, തോന സപ്ലൈ ഉണ്ടെന്ന് അർത്ഥം അല്ലേ? തോന സപ്ലൈ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഡിമാൻഡ് കുറഞ്ഞുപോയി. തോന സപ്ലൈ ഉണ്ട്, അവിടെ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശരിക്കും നിങ്ങൾ എക്കണോമിക്സിൽ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതായിരിക്കും. ഡിമാൻഡ് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, സപ്ലൈ കുറഞ്ഞ അവസ്ഥയിലാണ് ഡിമാൻഡ് കൂടുക, സപ്ലൈ കൂടിയ അവസ്ഥയിൽ ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പോൾ സപ്ലൈ കൂടിയ അവസ്ഥയിൽ ഡിമാൻഡ് കുറഞ്ഞ അവസ്ഥയിൽ പ്രൈസസും കുറഞ്ഞു പോകും. ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് പ്രൈസ് കുറയും. ഇപ്പോൾ തോന പ്രൊഡ്യൂസ് ഉണ്ടായി, ഇപ്പോൾ നല്ല വെതറും നല്ല ക്ലൈമറ്റും എല്ലാ ഫാർമേഴ്സും
ഫാർമേഴ്സ്ക്ക് ഒരേപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും തോനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്താവും, അതിൻ്റെ പ്രൈസ് കുറയും, മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹാർവെസ്റ്റിൻ്റെ മുന്നേ തന്നെ ഓരോ ക്രോപ്പിന് ഗവൺമെൻറ് ഒരു പ്രൈസ് തീരുമാനിക്കും, ദാറ്റ് ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പോൾ ഗവൺമെൻറ് എന്താ പറയുക, നിങ്ങൾ ഈ ഫുഡ് ക്രോപ്സ് ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈസ് ആവട്ടെ, വീറ്റ് ആവട്ടെ, അപ്പോൾ ഇത്ര വിലയ്ക്ക് നമ്മൾ വാങ്ങിയിരിക്കും, ഗവൺമെൻറ് അത് വാങ്ങിയിരിക്കും, അങ്ങനെ ഒരു ഉറപ്പ് നൽകും ഗവൺമെൻറ്. ഫോർ എക്സാമ്പിൾ ഒരു ക്വിൻറ്റലിന് 2000 rupees ആണെന്ന് വെച്ചോളി ഫോർ വീറ്റ്. സേ 1 quintal മീൻസ് 100 kg 2000 rupees നമ്മൾ തന്നിരിക്കും ഉറപ്പ്. അപ്പോൾ ആ ഉറപ്പുള്ളതുകൊണ്ട് എന്തായിരിക്കും ആവും, ഫാർമേഴ്സ് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കും അല്ല. എന്തായാലും എത്ര സപ്ലൈ ആയാലും ഗവൺമെൻറ് അത് ആ പ്രൈസിൽ വാങ്ങും അല്ലേ. അപ്പോൾ അത്ര വാങ്ങാനുള്ള മാർക്കറ്റ് അവിടെ ഉണ്ട്. സോ ഫാർമേഴ്സ് ആർ എൻകറേജ്ഡ്. ഓക്കെ, അവർക്ക് അത് സപ്ലൈ കൂടിപ്പോയെന്ന് വിചാരിച്ച് മാർക്കറ്റിൽ വിറ്റ പൈസ കിട്ടുന്നില്ല, ആ സങ്കടം വേണ്ട. അപ്പോൾ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ദാറ്റ് ഈസ് ഗിവൻ ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, ദ ഗവൺമെൻറ് ഈസ് പ്രോമിസിങ് എ മിനിമം സപ്പോർട്ട് പ്രൈസ് ടു ദ ഫാർമർ. അപ്പോൾ ചില കേസസിൽ ഗവൺമെൻറ്റിന് നഷ്ടം എടുക്കേണ്ടി വരും, ബട്ട് ദെൻ ആ പ്രോമിസ് കൊടുക്കുന്നത് കൊണ്ട് എന്താവും, ഫാർമേഴ്സ് അഗ്രികൾച്ചറിൽ ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പം our country's agriculture structure becomes strong. So this is a step towards your agriculture reform. അപ്പോൾ ഈ points and all you can write when you're asked for technological reform or institutional reform or agricultural reform as a whole. All reforms that has, and that is an attempt to make our agriculture structure a stronger unit. നെക്സ്റ്റ് ഇപ്പോൾ ഈ റിഫോംസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഭൂദാൻ ആൻഡ് ഗ്രാമദാൻ. ഭൂദാനിനെ പറ്റിയിട്ട് പറയുമ്പം ഫസ്റ്റ് തന്നെ മനസ്സിൽ വരണം വിനോബാ ഭാവേൻ്റെ പിക്ചർ. ഓക്കെ, സോ ദിസ് ഈസ് വിനോബാ ഭാവെ. This Bhudam and Gramadan, it is also known as bloodless revolution. Okay, ഇന്ത്യയിൽ അങ്ങനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ യൂറോപ്പിൽ വേറെ ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ ഭൂദാൻ ആൻഡ് ഗ്രാമദാൻ. ഓക്കെ, ഇത് വന്ന് വാസ് സ്റ്റാർട്ടഡ് ബൈ വിനോബാ ഭാവെ. വിനോബാ ഭാവെ ആരായിരുന്നു? മഹാത്മാഗാന്ധിൻ്റെ സ്പിരിച്വൽ ഹയർ ആയിരുന്നു. മീൻസ് മഹാത്മാഗാന്ധിൻ്റെ ഡിസൈപ്പിൾ ആയിരുന്നു, മഹാത്മാഗാന്ധിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. മഹാത്മാഗാന്ധിൻ്റെ ഐഡിയാസൊക്കെ അങ്ങനെ പഠിച്ച് ഇനി ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് of Mahatma Gandhi, he took up the job of spreading his ideas. So he used to go around all places and spread Gandhian thoughts. But what all he did, he undertook Padyatra and covered almost the entire country to spread Gandhi's message of Gram Swaraj. അപ്പോൾ what he used to do, പദയാത്ര മീൻസ് നടന്നു പോവല്ല, ഓൾമോസ്റ്റ് ഫുൾ കൺട്രി അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് എല്ലായിടത്തും പോയി ഗാന്ധിജീൻ്റെ ഐഡിയനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വിനോബാ ഭാവെ. ആ ഗാന്ധിജീൻ്റെ എന്ത് ഐഡിയ? ദാറ്റ് ഈസ് ഗ്രാമസ്വരാജിൻ്റെ ഐഡിയ. ഗ്രാമസ്വരാജ് മീൻസ് വാട്ട്? ഇപ്പോൾ ഇഫ് യു വാണ്ട് ഇന്ത്യ ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആസ് എ ഹോൾ, സ്വരാജ് ഇസ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഗ്രാമങ്ങളിൽ ഫസ്റ്റ് സ്വരാജ് വരണം, ദാറ്റ് ഈസ് അറ്റ് ദ റൂട്ട് ലെവൽ. ഇൻ വില്ലേജസ് ഷുഡ് ബിക്കം ഡെവലപ്ഡ്, ദാറ്റ് വിൽ ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആസ് എ ഹോൾ അല്ലേ. അപ്പോൾ ഈ ഗ്രാമസ്വരാജിൻ്റെ ഐഡിയ ഇങ്ങനെ എല്ലാ ഇടത്തും സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന പണിയായിരുന്നു വിനോബാ ഭാവേന്ന്. So once what happened, he was talking about Grama Swaraj in a meeting in Pochampalli. Pochampalli വന്ന് ആന്ധ്രാപ്രദേശിലൊരു സ്ഥലമാണ്. അവിടെ വന്ന് എന്തായി, some landless farmers demanded Vinoba Bhave to give them land for their economic well-being. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയല്ലോ, ഇപ്പോൾ നമുക്ക് ലാൻഡ് എപ്പോഴാണ് കിട്ടുക, എന്നാലെല്ലാം ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ലാൻഡ്ലെസ് ഫാമേഴ്സാണ്, വി ഡോണ്ട് ഹാവ് ലാൻഡ്സ് ഓഫ് അവർ ഓൺ. അപ്പോൾ വിനോബാ ഭാവേൻ്റെ അത്ര ലാൻഡ് ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ പ്രോമിസ് ചെയ്യാൻ പറ്റും? ലാൻഡ് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ ഈ കേസ് റിപ്രസെൻറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് ആ അഭിപ്രായം പറയായിരുന്നു. അപ്പോൾ എന്തായി, ആ മീറ്റിങ്ങിൽ തന്നെ ശ്രീ രാമചന്ദ്ര റെഡ്ഡി, he was a very rich landowner. He stood up and he said that he offers 80 acres of land to the villages, 80 landless villages. Okay, അപ്പോൾ 80 landless villagers he donated land, his land he donated to the poor villages. This is known as Bhudan. Then what happened? Some zamindars who owned many villages offered to distribute some villages among the landless. This was known as Gramadan. അപ്പോൾ ചില ജമീന്ദാർസിൻ്റെ അടുത്ത് വന്ന് തോന്നെ വില്ലേജസ് തന്നെ ഉണ്ട് അവരുടെ ഓണർഷിപ്പിൽ. അപ്പോൾ അവരെന്താക്കാൻ തുടങ്ങി, ലാൻഡ് ലോഡ്സ് വന്ന് ഈ ലാൻഡ്ലെസ് ഫാമേഴ്സിന് വില്ലേജസ് തന്നെ ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് ഗ്രാമദാൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ഓൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ എഫേർട്സ് ഓഫ് വിനോബാ ഭാവെ ആൻഡ് ദിസ് വാസ് കോൾഡ് ആസ് എ ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓൾസോ.
അപ്പോൾ ഇനിയൊരു ഇതിൽ വരുന്നത് ഗവൺമെൻറ് വാസ് ഓൾറെഡി കൺസിഡറിങ് എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് വാസ് കൺസിഡറിങ് ടു ബ്രിങ് അബൌട്ട് എ ലാൻഡ് സീലിംഗ് ആക്ട്. ഈ ലാൻഡ് സീലിംഗ് ആക്ട് എന്താണ്, ഒരാളെ അണ്ടറിൽ എത്ര ലാൻഡ് ഉണ്ടാവണം അതൊരു ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ആ ലിമിറ്റിൻ്റെ കൂടുതൽ ലാൻഡ് ഉള്ളത് ഗവൺമെൻറ്റിനേക്ക് പോവും, അത് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് ഒക്കെ അപ്പോൾ എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ നമ്മൾ തന്നെ അത് ഡൊണേറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് വി ഹാവ് നെയിം ഇൻ ദ വില്ലേജിനോ, അറ്റ്ലീസ്റ്റ് വി ഹാവ് അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഷോ ഷൈനിങ് അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ദാനം ചെയ്തിരുന്നു. മെനി ലാൻഡ് ലോഡ്സ് ഡിഡ് ഭൂദാൻ ഡ്യൂ ടു ദ ഫിയർ ഓഫ് ലാൻഡ് സീലിംഗ് ആക്ട്. അപ്പോൾ ഈ ലാൻഡ് സീലിംഗ് ആക്ടിൽ നിന്ന് ഒരു പിടുത്തം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കി, കുറേ ലാൻഡ്സിന് അവർ ദാനം കൊടുത്തു. ഓക്കെ, സോ ദിസ് വാസ് അബൌട്ട് ഭൂദാൻ ആൻഡ് ഗ്രാമദാൻ. Contribution of agriculture to the national economy, employment and output. ഓക്കെ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കൺട്രിയിൽ ഹാസ് എ ഹോൾ മോർ ദാൻ 50% ഓഫ് പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ അത്ര പോപ്പുലേഷൻ ഈസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ബട്ട് ദെൻ അത്ര ഔട്ട്പുട്ട് വരുന്നില്ല, അവരുടെ അടുത്ത് നിന്ന് GDP-യിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നില്ല. The major workforce of India is employed in agriculture. The contribution of agriculture in GDP has a declining trend. This is a matter of serious concern. അപ്പോൾ ഈ സിറ്റുവേഷന് പുറത്തേക്ക് വരുന്നെങ്കിൽ ഗവൺമെൻറ് കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Efforts taken by the government to improve agriculture. Establishment of Indian Council of Agricultural Research. ഇപ്പോൾ ഇങ്ങനെ കുറേ റിസർച്ച് നടത്തി ഇങ്ങനെ ഈ ഫീൽഡിൽ പഠിച്ച് വരുന്ന ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റി പഠിച്ച് അഗ്രികൾച്ചറിനെ ഒരു സയൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ റിസർച്ച് സെൻറ്റേഴ്സ് വന്ന് കർഷകർക്ക് ഗൈഡ് ലൈൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ agricultural universities have been set up, veterinary services and animal breeding centers have been set up, horticulture development set up ചെയ്തിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെറ്റിയോറോളജി ആൻഡ് വെതർ അതൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ആൻഡ് ഓൾ ഹാവ് ബീൻ എഫേർട്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ. But then still there are many challenges that are faced by our Indian farmers. What are they? First you have international competition. International competition എന്തിനാണ് സംഭവിക്കുന്നത്? ഇപ്പം when we talk about foreign countries and all, അവിടെ വന്ന് കുറേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാരുള്ളൂ അഗ്രികൾച്ചറിലേക്ക് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഗ്രികൾച്ചറിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ കുറേ സബ്സിഡി ആയിട്ട് കൊടുക്കും. മീൻസ് അവർക്ക് എല്ലാ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടും, ഫാർമേഴ്സിന് വന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് ചീപ്പാവും. അപ്പോൾ എന്താവും, ഒരു 50 റുപ്പീസ് സ്പെൻഡ് ചെയ്ത ഒരു സംഭവത്തിന് ഒരു 70-80 റുപ്പീസിൽ വിൽക്കാൻ തയ്യാറാവും. But then when we talk about India, Indiaയിൽ ഇത്ര population is dependent on agriculture. So it becomes difficult for our government to give subsidy. അല്ലേ? അപ്പോൾ എന്താവും, ഒരു ഫാർമറിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിന് ചിലപ്പം 100 റുപ്യ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വിൽക്കുമ്പം എന്തായാലും ഒരു 80 റുപ്പീസിൻ്റെ കോസ്റ്റിൽ വിൽക്കാൻ കഴിയൂല ഒരു ഇന്ത്യൻ ഫാർമറിന്. എന്തായാലും 100 റുപ്യക്ക് വേണമെങ്കിൽ വിൽക്കും, പക്ഷെ ലോസ് ആയിട്ട് വിറ്റിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്താവും, ഒരേ പ്രൊഡക്റ്റ് ഫ്രം ദ ഫോറിൻ ഗുഡ് ആൻഡ് ഇന്ത്യൻ ഗുഡിൽ വ്യത്യാസം എന്താണ്? ഫോറിനേഴ്സ് ആർ ഏബിൾ ടു സെൽ ദം അറ്റ് എ ലോ പ്രൈസ്, but Indian products can't be sold at a low price. അപ്പോൾ അത് അത്രയും ഒരു ടഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫാർമേഴ്സ്. Then you have reduction in public investment in agriculture sector. ഇപ്പോൾ ഇങ്ങനെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് എന്താണ്, ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് നിന്ന് ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത പൈസ ഗവൺമെൻറ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് ഗവൺമെൻറ് അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ ചെയ്യുന്നത് കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇറിഗേഷൻ ഒക്കെ ഓരോ ഫാർമേഴ്സ് സ്വയം ചെയ്യുന്നതല്ലാതെ ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്താൽ അത്രയും ആ ബേർഡൻ ഫാർമറിൻ്റെ തലേന്ന് പോയി കിട്ടും അല്ലേ. ബട്ട് ദെൻ ആ ഗവൺമെൻറ് അതിൽ താല്പര്യം കാണിക്കുന്നില്ല. ഫോർ ദാറ്റ് ഈസ് വാട്ട് ദ മീനിങ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് is not being used in the agriculture sector. Where and all it could be used? Irrigation, power, rural roads, market and mechanization. ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് യൂസ് ചെയ്യാമായിരുന്നു. But then it is not used to the full.
സബ്സിഡി ഓൺ ഫെർട്ടിലൈസേഴ്സ് ഇസ് ഡിക്രീസ് ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ തോന്നെ ആവശ്യം വരുന്നുണ്ട്, പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സിന് സബ്സിഡി കിട്ടുന്നില്ല ഫാർമേഴ്സിന്. മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങി യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. ഇപ്പോൾ ഈ മറ്റേ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ റൈസ്, വീറ്റ് ആൻഡ് ഓൾ, അവർക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടീസും കുറവാണ്. അതുകൊണ്ടാണ് അവർ അത്ര ചീപ്പ് പ്രൈസിൽ വിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൂടുതൽ ചാർജ് ചെയ്താൽ എന്താവും, ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് കൂടും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫാർമേഴ്സിന് ഒരു ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ദെൻ അവർ ഓൾറെഡി ചീപ്പ് പ്രൈസിലാണ് വിൽക്കുന്നത്, അവർക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടീസും കൊടുക്കാനില്ല. അപ്പോൾ ആ പ്രൈസ് ഭയങ്കര ചീപ്പായിട്ടാണ് മാർക്കറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് വന്ന് കോമ്പറ്റീഷനിൽ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആൻഡ് ഓൾ ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫാർമേഴ്സ്. ഇതിപ്പോൾ ശരിക്കും അറ്റ് ദ റൂട്ട് ലെവൽ, ഇഫ് യു വാണ്ട് ഡെവലപ്മെൻറ്റ്, ആസ് ഗാന്ധിജി സെഡ്, റൂട്ട് ലെവലിലാണ് നമുക്ക് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു സപ്പോർട്ട് ദ ഫാർമേഴ്സ് ഫസ്റ്റ്, അല്ലേ? സ്മോൾ ഫാർമേഴ്സിന് സപ്പോർട്ട് കിട്ടണം. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഗ്രാം. ആൻഡ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടാണ് കുറേ ഫാർമേഴ്സ് വന്ന് ഡെപ്റ്റഡ് ആയി പോകുന്നുണ്ട്. ഇത്ര പൈസ ആവശ്യം വരുന്നുണ്ട്, ലാസ്റ്റിൽ അവർ പ്രൊഡക്റ്റ് വിറ്റിട്ട് അവർക്ക് അത്ര മാർജിൻ കിട്ടുന്നില്ല. കിട്ടുന്ന പൈസ ഒക്കെ ഈ ഡെപ്റ്റിന് കടം വാങ്ങിയതിന് തിരിച്ചു കൊടുക്കാൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റിൽ എന്താവും, ചിലപ്പം കടം തിരിച്ചു കൊടുക്കാനോ അവരുടെ അടുത്ത് പൈസ ഇല്ലാത്ത അവസ്ഥ ആവും. ആ സിറ്റുവേഷൻസിലാണ് കുറേ ഫാർമേഴ്സ് ഇങ്ങനെ സൂസൈഡൊക്കെ ചെയ്യുന്നത്, കുറേ ഫാർമേഴ്സ് അഗ്രികൾച്ചർ വിട്ട് മതിയാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. So these are the major challenges faced by Indian farmers. But then still we have to concentrate on this problem, and we have to bring about a solution for this, because this agriculture is what is going to support us with the help of food security. അല്ലേ? അഗ്രികൾച്ചർ ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഗിവ് അസ് ഫുഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്താണ്? ഒരു കൺട്രിക്ക് ആവശ്യമുള്ള ഫുഡ് സ്റ്റോറേജ് ഉണ്ടാവണം. ആ കൺട്രിക്ക് ആവശ്യമുള്ള ഫോർ ഓൾ ദ സിറ്റിസൻസ് ഓഫ് ദ കൺട്രി ഫുഡ് ഷുഡ് ബി അവൈലബിൾ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫുഡ് സെക്യൂരിറ്റി, അല്ലേ? അപ്പോൾ ആ ഫുഡ് സെക്യൂരിറ്റീനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി, ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ഇറ്റ്, ആൻഡ് വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ ഇറ്റ്, ആൻഡ് ഓൾ that and all we will see in the next video. Okay children, bye.